പച്ചപ്പപ്പായ, പച്ചപ്പപ്പായയുടെ ഇല, പച്ചപ്പപ്പായയുടെ തോല്, കുരു, കാമ്പ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ ഇല വെച്ചിട്ടും കാമ്പ് വെച്ചിട്ടും തൊലി വെച്ചിട്ടും ഒക്കെ നമുക്ക് അടിപൊളി ഐറ്റംസുകളാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു തോല് വെച്ചിട്ട് തോല് വെച്ചിട്ട് ചെയ്യുമ്പം അത് ചെത്തിയെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കാമ്പോട് കൂടി തന്നെ ചെത്തിയെടുത്തോളൂ കേട്ടോ. നമ്മളെല്ലാവരും പപ്പായ ഉപയോഗിക്കാറുണ്ട്. പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് വെച്ചിട്ട് നമ്മൾ ജ്യൂസായിട്ടും ഹൽവായിട്ടും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ പച്ച പപ്പായ വെച്ചിട്ട് തോരന്, കറി, താളിപ്പ്, നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കണതിൽ കഷ്ണം മുറിച്ചിടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ തൊലി, അതുപോലെ തന്നെ അതിൻ്റെ കുരു, കറ, ആ പപ്പായയുടെ ഇല ഒന്നും നമ്മൾ എടുക്കാറില്ല, കളയാറാണ് പതിവ്. പക്ഷെ നമുക്ക് ഈ ഒരു പപ്പായൻ്റെ ഗുണങ്ങൾ, പപ്പായയുടെ തൊലിയുടെയും കുരുവിൻ്റെയും കറയുടെയും അതുപോലെ തന്നെ ഇലയുടെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒഴിവാക്കൂല. പപ്പായ വിറ്റാമിനുകൾ എ, സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ലൈക്കോപ്പിൻ, പപ്പൈൻ, എൻസൈം എന്നിവയിൽ സമ്പന്നാണ് കേട്ടോ. ഇത് നമ്മളെ ദഹനത്തെ സഹായിക്കും, അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, ഹൃദയരോഗത്തെ സംരക്ഷിക്കും, ചർമ്മത്തെ മെച്ചപ്പെടുത്തും, ശരീരഭാരം കുറക്കും, അതിനൊക്കെ നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ വീക്കം കുറക്കും. കൂടാതെ നമ്മളെ പ്രമേഹം ഉണ്ടല്ലോ, പ്രമേഹ രോഗികൾക്ക്, ആർത്തവവേദനയ്ക്ക് അതിനൊക്കെ ആശ്വാസം നൽകുകയും ചെയ്യും. കുറഞ്ഞ കലോറിനും ഉയർന്ന ജലാംശവും കാരണം ഇത് ആരോഗ്യകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ഈ ഒരു പപ്പായ ഞാൻ അത്യാവശ്യം ഇങ്ങനെ മൂത്ത് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ പപ്പായ. അതാണ് ഇത്ര സോഫ്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നല്ല പച്ച പപ്പായ വെച്ചിട്ടാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് നമുക്ക് കഴിക്കാൻ എത്ര കഴിച്ചാലും പൂതി തീരാത്തൊരു ഐറ്റംസ് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇനി ആരും പച്ച പപ്പായ കളയരുതേ. അപ്പോൾ ഈ ഒരു തൊലി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി ചെത്തുമ്പോൾ കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെ ചെത്തട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം തോന്നുമ്പോൾ ഇനി ആരും ബേക്കറിയിൽക്കോ ഹോട്ടലിൽക്കോ ഒന്നും ഓടേണ്ടി വരില്ല. ഇതുപോലെ പപ്പായ വെച്ചിട്ട് നമുക്ക് പല ഐറ്റംസുകളും തയ്യാറാക്കലിൻ്റെലും കൂടിയിട്ട് ഇതുപോലൊരു ഐറ്റംസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേട്ടോ കണ്ടിട്ടുണ്ടാവുക. കാരണം അത്രക്കും രുചിയാണ്. പിന്നെയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പപ്പായൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട്, പപ്പായൻ്റെ തൊലിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു. കുറച്ച് പപ്പായൻ്റെ ഇലയും കൂടെ വാരിയിട്ടു. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പപ്പായ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിന് നല്ലതാണ്. ദഹനം മെച്ചപ്പെടുത്താൻ പപ്പൈൻ എന്ന എൻസൈം പ്രോട്ടീൻ തകർക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫൈബർ മലബന്ധം തടയാനും സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി ധാരാളം ഇതിലുള്ളതിനാൽ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് അത് നടക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഹൃദയാരോഗ്യം ഉണ്ടല്ലോ, അത് ഫൈബർ, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊളസ്ട്രോൾ കുറക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു കർമ്മത്തിയുടെ ഞാൻ എന്തായാലും നമ്മളെ ഭാഷയിൽ തന്നെ സംസാരിക്കും കേട്ടോ. പപ്പായ എന്നൊക്കെ എത്ര പറഞ്ഞാലും അത് കർമ്മത്തി, കറൂത്ത, കർമൂസ എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് കർമ്മത്തി എന്ന് വന്നത്. അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ തൊലി എടുത്തിട്ട് തൊലിയും കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഇലയും കൂട്ടി നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തൊലിയും കുറച്ച് ഇലയും കൂടി നന്നായിട്ടൊന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ നല്ല പച്ച പപ്പായ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. നമ്മൾ ഇപ്പോൾ ഈ ചെയ്തതൊക്കെ അത്യാവശ്യം ഒരു നേര് ചെനപ്പായിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു വാടൽ വന്നിട്ടുണ്ട് ആ ഒരു പപ്പായാണ്. പക്ഷേ അതിൽ നിന്നൊരു കഷ്ണം കഴിച്ചിട്ട് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഒരു നല്ല കടും പച്ച പപ്പായൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് വാരിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം.
ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പപ്പായ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറഞ്ഞ കലോറിന് ഉയർന്ന ഫൈബർ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ ഈ ഒരു പപ്പായ സഹായിക്കും. അപ്പോൾ ദാ ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇത് വടക്കട്ടെ. ആ ഒരു ഞങ്ങൾ കണ്ടില്ല, ഞാൻ കാണിച്ചു തന്നെ അതേപോലെ ഒന്ന് കഷ്ണങ്ങളായി നിന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള 2 സവാള ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അളവ് കുറക്കൂട്ടോ. ഒരുപാട് മുളക് ഇട്ടാൽ നല്ല രുചിയാണ്, പക്ഷേ പച്ചമുളക് കൂടുന്തോത്തോളം രസമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എരിവ് കൂടി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കും. നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് എരിവുള്ളതാണ്, അപ്പം ഞാൻ കുറക്കൂട്ടോ. ഞാൻ 3 എടുത്തുകണേ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചും ലേശം കറിവേപ്പിലയും, അത്ര സാധനങ്ങളെ നമുക്കിതിലേക്ക് വേണ്ടതുള്ളൂ. പിന്നെ കുറച്ചും കൂടെ പൊടികളൊക്കെ വേണം, അതൊക്കെ വേറെ. പക്ഷേ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ സവാള ഞാനിതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ടേ. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യൂലേ, പക്ഷെ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നടുവിലൂടെയും സൈഡിലൂടെയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ്. ഇനിയിപ്പോൾ സവാള കൂടിയാൽ അത്രയും രുചി കൂടെയുള്ളൂ. വേണമെങ്കിൽ 3ഓ 4ഓ സവാള ഒക്കെ എടുക്കുക, നിങ്ങൾക്ക് കുറേ അളവ് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ, തൊലിച്ചതിന് ശേഷം. അപ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്നതിനൊക്കെ ഒരു ഇതുണ്ടാവും, സമാധാനം ഉണ്ടാവും. പിന്നെ ഞാൻ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നെടുത്തുകാണ്ട് ചെയ്തപ്പം വലിയൊരു കുഴപ്പമൊന്നുമില്ല, ചെറിയതായിട്ടൊരു മണമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കണം എന്താ അറിയോ, രണ്ടാമത്തത് കുറച്ചൊരു നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നെക്കി നോക്കുമ്പോൾ ചപ്പണില്ല എന്നുണ്ടെങ്കിൽ നല്ല മൂത്ത മുളകാണ്. അങ്ങനെ ചപ്പുണ്ടെങ്കിൽ പിന്നെ അത് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ അപ്പോൾ 2 കുറച്ചൊരു ചപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ചൊരു ചപ്പൽ കുറവാണ്. അപ്പോൾ നല്ല നെങ്ങാൻ പണി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിക്കുക നല്ല എരിവുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ 2 പച്ചമുളകാണ് എടുത്തത്. പിന്നെ കറിവേപ്പില, നല്ല അടിപൊളി കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കുഞ്ഞു ഇലകളാണ്, നല്ല സ്മെല്ലും ഉണ്ട്. കറിവേപ്പില എത്രത്തോളം ഇടണോ അത്രത്തോളം രുചി കൂടും. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, ഇതൊക്കെ ഒരിക്കലും കേടല്ല കേട്ടോ, കൂടുന്നത്തോളം രുചി കൂടെയുള്ളൂ. അപ്പോൾ കറിവേപ്പില കുഞ്ഞാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിക്കണേ. അങ്ങനെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്കിതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പാത്രം, നമുക്കിത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടെ കണ്ടിട്ടുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക. കുറച്ചൊരു വലുപ്പമുള്ള പാത്രം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഇല്ല, സോറി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. അത് എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണല്ലോ. ഏതൊരു കാര്യം നമ്മൾ ഒരു ചായൻ്റെ കടി ഉണ്ടാക്കണമെന്ന് കരുതുമ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞൊരു പ്രശ്നമാണ്, വീഡിയോ ഒക്കെ കാണും, പക്ഷേ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആ വീഡിയോയിലുള്ള ഒരുവിധം സാധനങ്ങളൊന്നും വീട്ടിലുണ്ടാവില്ല. അങ്ങനായിട്ട് ആ ഒരു റെസിപ്പി ഒഴിവാക്കുന്നൊക്കെ. അപ്പം എന്നോട് തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട്, മൈമൂൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക, നല്ല ഈസിയാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാറും. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കും പിന്നീട് അത് ഉണ്ടാക്കാൻ കഴിയൂല എന്ന് പറയില്ല. കാരണം ഞാൻ ആ പപ്പായ ചെറുതായി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയോ അതല്ലെങ്കിൽ കുറച്ച് ഗരം മസാലൻ്റെ പൗഡറോ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ലേശം ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കടലമാവ് ഇപ്പോൾ എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ 1/2 കപ്പ്, അതായത് ഒരു 1/2 ഗ്ലാസ് മൈദപ്പൊടി ചേർത്തെടുത്താലും മതി. ഇനിയിപ്പോൾ മൈദപ്പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്താലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അരിപ്പൊടി ഞാനൊരു 1/4 കപ്പ് ഇട്ടു. 1/4 കപ്പിൽ മേലുണ്ടാവും, 1/2 കപ്പ് ഇല്ല, ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തത്.
അപ്പോൾ അതും കൂടി ഇട്ടെടുത്താലേ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലോറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്തോളൂ. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ടെടുത്താൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മൈദപ്പൊടി, ഇനിയിപ്പോൾ നിങ്ങൾ അരിപ്പൊടിയും കടലമാവും ഇടുന്നുണ്ടെങ്കിലും ഒരു 3-4 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്താൽ നമുക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും ഒക്കെ ആയി കിട്ടാനൊക്കെ ഒരു സഹായം ഉണ്ടാവും. ഞാനിപ്പോൾ അതിട്ട് കൊടുത്തില്ല, രണ്ടും ഇപ്പം എൻ്റെ കയ്യിലില്ല, ഇട്ടില്ല വെച്ചിട്ട് കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വട കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു, വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു എല്ലാത്തിൻ്റെയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഞൗണ്ടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഒരു ലേശം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് ആണിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെക്കണം. ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മൾ പിടിച്ചാൽ ശരിക്കും അങ്ങോട്ട് കിട്ടാത്ത രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിനൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് നിങ്ങളോട് പ്രത്യേകം പറയാണ്. ലേശം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് വരുന്നത് ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു. അതിനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒക്കെ നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട്, കാരണം ആ ഒരു പപ്പായ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് ക്രഷ് ചെയ്തതാണ്, വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തതാണ്. എന്നാലും അതിൽ ഉപ്പും എല്ലാം ചേരുമ്പോൾ ആ ഒരു പപ്പായയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാനുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു മാവ് എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മളിതാ മഞ്ഞൾ, അതുപോലെ തന്നെ എന്താണ് പപ്പായയുടെ തോട്, പപ്പായയുടെ വെറും തോടല്ല, കുറച്ച് കാമ്പോട് കൂടിയിട്ടുള്ള തോട്, നമ്മൾ പഴുത്ത പപ്പായൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തൊലി കളയുമ്പോൾ ഇതൊന്ന് ചെയ്തോളേണ്ടിട്ടോ. തൊലി നന്നായിട്ട് റിമൂവ് ചെയ്ത് എല്ലാം പുറത്തേക്ക് ഇടണ്ട, ഇതൊന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ആ ഒരു മഞ്ഞളും പപ്പായയും പപ്പായൻ്റെ ഇതുണ്ടല്ലോ തൊലിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തില്ല, ഇലയും കൂടെ, അത് നമുക്ക് എന്തിനാന്നുള്ള ഞാൻ പറഞ്ഞു തരട്ടോ. അപ്പോൾ ഇത് ചെയ്യാണ്ട് എന്താണ് കുറച്ച് പപ്പായൻ്റെ ഇലയും അതുപോലെ തന്നെ തോടും കൂടെ ഒന്ന് അടിച്ച് വെച്ചിരുന്നില്ലേ, ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ, അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കുറച്ച് സമയം കൊണ്ടൊക്കെ ഇത് നല്ല ഐസ് ക്യൂബ്സ് ആയിട്ട് വരും. ആ ഒരു ക്യൂബ്സ് നമ്മൾ തട്ടിയിട്ട് ഒരു ബോട്ടിലാക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിഫിൻ ബോക്സിലൊക്കെ ആക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ മീനൊക്കെ കഴുകുമ്പോൾ ഇനി ഏത് മീനായാലും നമ്മൾ കഴുകി കഴിയുമ്പോൾ നമ്മളെ കയ്യിനൊക്കെ വല്ലാത്ത സ്മെല്ലും, അതുപോലെ തന്നെ ആ ഒരു സിങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. നമ്മൾ കഴുകിയാൽ നമ്മളെവിടെ നോക്കിയാലും ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് സോപ്പിട്ട് കഴുകിയാലൊക്കെ എന്താ പറയുക, നമ്മളെ കയ്യിന് വീണ്ടും ആ ഒരു സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എത്ര സോപ്പിട്ട് കഴുകിയാലും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ കഴുകിയിട്ടുള്ള ആ ഒരു സിങ്കിലൊക്കെ ഉണ്ടാവും ഒരു സ്മെല്ല്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്യൂബ്സ് എടുത്തിട്ട് കൈ, സിങ്ക് ഒക്കെ ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പിട്ട് കഴുകണ പോലെയല്ല, ഒരിക്കലും ആ ഒരു സ്മെല്ല് തിരിച്ചു വരില്ല. അപ്പോൾ ഇതൊന്ന് ആ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പപ്പായ എല്ലാം മിക്സ് ചെയ്ത് മൂടി വെച്ചെല്ലാം തുറന്നു നോക്കാം. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഉപ്പ്, അതുപോലെ തന്നെ ഇതുണ്ടല്ലോ ഉള്ളി, അതിനൊക്കെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒലിക്കും. അപ്പോൾ അതൊക്കെ ഈ മാവിലേക്ക് എത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നല്ലോണം കിട്ടും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൈയൊക്കെ ഒന്ന് കഴുകി കൈയൊക്കെ ചെറുതായിട്ടൊന്ന് നനച്ച് അതിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ളങ്ങൾക്ക് വലിയ വട വേണമെങ്കിൽ വലിയ ബോൾ എടുക്കുക. ഈ ചെറിയ വടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു വട തന്നെയാണ് ഉണ്ടാക്കണത്, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അങ്ങനെ കൈയൊന്ന് നനക്കണേ, 2 കൈയൊന്ന് നനക്കണം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയതിന് ശേഷം ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഒഴിക്കണുള്ളൂ, ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്നും മുങ്ങി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിപ്പമുള്ളൊരു ചട്ടി എടുക്കുക, അതിൽ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊന്നിങ്ങനെ
പരന്ന് കിടക്കുമ്പോൾ എന്താ പറയുക, നമുക്കൊരു 3-4 ഒപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോണ സമയത്ത്, കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത്, വരുന്ന സമയത്ത് എന്താന്ന് ആലോചിക്കാതെ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ എന്താണോ ഉള്ളത്, കർമൂസ എടുക്കുക, എന്നിട്ട് കൃഷി ചെയ്യുക. ഈ ഇത്തരം സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാണ്ടല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ കർമൂസ കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലോ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ. നല്ലൊരു, നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കണ പോലെയല്ല, ഇതിനൊരു വെറൈറ്റി രുചി തന്നെയാണ്. നമ്മൾ ഒരുവിധം ഉള്ളിവട, സമൂസ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെറും ഉള്ളി, കടലമാവ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇല്ലേ, പക്ഷെ ഇതിലൊരു പപ്പായൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ തന്നെ ഒരുപാട് പണിയില്ലല്ലോ, വേഗം ചെയ്തെടുക്കാനും പറ്റും. ഇതുണ്ടല്ലോ, നമുക്കിതിന് കൂടെ ചട്നിയോ ചമ്മന്തിയോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. നല്ല ചൂട് കട്ടൻ്റെ കൂടെ അങ്ങോട്ട് ഇനി ഉണ്ടോ ചോദിക്കും. അപ്പം അടിപൊളിയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലൊന്നും ചെയ്യരുത് കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇട്ടോളി. അപ്പോൾ അതവിടെ ഈ 2-4 വടകളൊക്കെ ആയിട്ട് അങ്ങനെ അടുപ്പിൽ ആ ഒരു ഗ്യാസ് സ്റ്റൗവിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തിനാണ് ഇതെന്നുള്ളത്. നമുക്ക് ഈ ഒരു പപ്പായ മുഖ സൗന്ദര്യത്തിന് ഏറെ നല്ലതാണ് കേട്ടോ. ഈ പപ്പായ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ, സി എന്നിവ കൊളാജൻ ഉൽപ്പാദിപ്പിക്കും, അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചർമ്മ സൗന്ദര്യത്തിന് നല്ല സൂപ്പർ സാധനമാണിത്. ഇത് നമുക്ക് നല്ല പഴുത്ത പപ്പായൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കാനോ കഴിക്കാനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ തൊലി കൊണ്ട് ഇതൊന്ന് ചെയ്തിട്ട് ഇതുപോലെ കട്ടിയായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മുഖസൗന്ദര്യം വർദ്ധിക്കൂട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്ത കണ്ടോളി, ഞാൻ മുറിച്ച് കാണിച്ചു തന്നില്ലേ, കണ്ടില്ലേ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ മുറിക്കണ രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ലൊരു വെന്തിട്ടുള്ളൊരു സോഫ്റ്റാണ് എന്നൊക്കെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുപോലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.